SMA രോഗബാധിതരായ കുട്ടികളുടെ തുടർ ചികിത്സയ്ക്കായി ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് രക്ഷിതാക്കളുടെ സംഘടന. പൊതുജനങ്ങളിൽ നിന്നുള്ള സഹായം കൂടി സ്വീകരിച്ചാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഇവർക്കായുള്ള കെയർ പദ്ധതി നടപ്പിലാക്കുന്നത്. ബജറ്റിൽ ഉൾപ്പെടുത്തി 50 കോടി രൂപയെങ്കിലും അനുവദിച്ചാൽ മാത്രമേ കുട്ടികളുടെ ചികിത്സ തുടരാൻ സാധിക്കൂ എന്നും സംഘടന വ്യക്തമാക്കി. ഇത് സിയ മെഹറിൻ. SMA രോഗബാധിതയാണ്. മാതാപിതാക്കളുടെ കയ്യിലും തൊഴിലുമായി വീടിന്റെ അകത്ത് മാത്രമായിരുന്നു ഇത്രയും വർഷം സിയയുടെ ജീവിതം. ഇന്നവൾ ലോകം കണ്ടു തുടങ്ങി, ജീവിതം ആസ്വദിച്ചു തുടങ്ങി. SMA രോഗബാധിതർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കെയർ പദ്ധതിയാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ട് നിവർന്ന് ഇരിക്കാനോ കിടക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് അത് റാഹത്തായിട്ട് പോകുന്നുണ്ട്. നിവർന്നിരിക്കാനും കാഴ്ചകൾ കാണാനും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് യാത്രകൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സിയെ പോലെ ഒരുപാട് കുട്ടികളും രക്ഷകർത്താക്കളുമുണ്ട് ഈ പദ്ധതിയിലൂടെ ഇന്ന് ജീവിതത്തിൽ സന്തോഷിക്കുന്നവർ. ഈ മരുന്ന് തന്നെ വീണ്ടും കുറച്ചു കാലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള കുട്ടികളൊക്കെ അത്ര ഒന്നും പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ സ്റ്റെപ്പ് അവരെ ആവശ്യങ്ങൾക്കൊക്കെ നടന്നു പോകാൻ പറ്റുന്നതാണ് നമുക്ക്. ആദ്യത്തെ മോക്ക് SMA ആയിരുന്നു. ആദ്യത്തെ മോക്ക് SMA ആയിട്ടാണ് മരിച്ചത്. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞാണ്. അപ്പോൾ നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ അസുഖം കണ്ടുപിടിച്ച് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് 4-ാമത്തെ മാസം മുതൽ മരുന്ന് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ 1 വയസ്സ് 1.5 വയസ്സാകാൻ പോകുന്നു. ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്. കെയർ പദ്ധതി പ്രകാരം 12 വയസ്സിൽ താഴെയുള്ള 110 കുട്ടികൾക്കാണ് ഇപ്പോൾ സൗജന്യമായി മരുന്ന് നൽകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ 60% പേരും ജനിച്ച് 2 വയസ്സിനുള്ളിൽ മരണത്തിന് കീഴടങ്ങുമായിരുന്ന ഒരു അസുഖത്തിൽ കൃത്യസമയത്ത് സർക്കാർ മരുന്ന് കുട്ടികൾക്ക് നൽകിയതുകൊണ്ട് മൊബിലിറ്റിയുടെ ചലനത്തിൻ്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സൗജന്യ ചികിത്സയ്ക്കും മരുന്നിനുമുള്ള പ്രായപരിധി 18 വയസ്സ് വരെയാക്കണമെന്ന് കുട്ടികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ആവശ്യപ്പെട്ടു. 50 കോടി രൂപയെങ്കിലും അനുവദിക്കണമെന്നാണ് രക്ഷകർത്താക്കളുടെ കൂട്ടായ്മയായ ക്യൂർ SMA ആവശ്യം. വെള്ളിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് CDC ഓഡിറ്റോറിയത്തിൽ രക്ഷകർത്താക്കളുടെ സംഘടന നടത്തിയ കൈകോർത്ത ശില്പശാലയിലാണ് ആവശ്യമുയർന്നത്. രാകേഷിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.